അയിമ്മ മോളെ ഇന്നെന്നാ പരിപാടി? എന്തിൻ്റെ പരിപാടിയാ? നമുക്ക് ഉണ്ടാക്കിയാലോ? വന്നോളി, ഉണ്ടാക്കിക്കോളി. നമ്മളെ ഞണ്ടെല്ലാം നല്ലോണം അടിപൊളിയായിട്ട് കഴുകി എടുക്കണം. മുറിച്ചിട്ട് കഴുകി എടുക്കണേ. നല്ലപോലെ മുറിച്ചിട്ട് നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയിട്ട് പിന്നെ നമുക്ക് വേണ്ടിയത് 3 ഉള്ളിയും 2 കൂട് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകും 1 തക്കാളി കേട്ടാ. ഇത് നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ, ഇച്ചിരി മതി കേട്ടാ, ഒരു 3 സ്പൂണ് അല്ല 2 സ്പൂണ് നമ്മളെ വെളിച്ചെണ്ണയും പറഞ്ഞ് അതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ച ഉള്ളി ഇട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടാ. ഉപ്പിട്ടാൽ വേഗം ഉള്ളി വാടും, അതിന് നമ്മൾ ഉപ്പിടുന്നത്. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കണം. പിന്നെ നമ്മൾ മൂടി തുറന്നൊക്കെ ഇങ്ങനെയോ നല്ലോണം വാടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറട്ടെ കേട്ടാ. നല്ലോണം ഇളക്കണേ നിങ്ങൾ. നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ പിന്നെ മൂടി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് പണി എടുക്കണം, അതിലേക്ക് നമ്മൾ തക്കാളി ഇല്ലേ, നേരത്തെ മുറിച്ചിട്ട് വെച്ച തക്കാളി ഇട്ടിട്ട് പിന്നെ നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് നല്ലോണം തക്കാളി വെന്തൊടയുന്ന വരെ മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ മൂടി തുറന്ന് നോക്കുക കേട്ടോ. നല്ലോണം തക്കാളിയെല്ലാം വെന്തെന്ന അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയോ 2 സ്പൂണ് മുളക് പൊടിയോ 3 സ്പൂണ് മല്ലിപ്പൊടിയോ ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം പച്ച മണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലോണം ഇളക്കിയിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് എന്തെന്നാ ഇടേണ്ടതെന്നറിയാം നമുക്ക്. നമ്മളെ മെയിൻ സാധനം ഞണ്ട് തന്നെ. നമ്മൾ നല്ലോണം കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ച് ഞണ്ടില്ലേ, അതും അതിലിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ മൂടി വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് മൂടി വെക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന്, അതായത് ഞണ്ട് കുറച്ച് മുങ്ങോളം വെള്ളം പാരണം. മുങ്ങുന്ന വരെ വേണ്ട, അതിൽ കുറച്ചോളം ഞങ്ങൾ എന്നിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേപ്പിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടിയത് നമ്മളെ മെയിൻ സാധനം കരിയമ്പിൻ്റെ അപ്പം കേട്ടോ. ഇത് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടായ കരിയമ്പാണേ. അതും ഇട്ടിട്ട് വേഗം നമ്മൾ അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടിയും വേപ്പിച്ചാൽ നമ്മൾ ഞണ്ട് ഫ്രൈ റെഡി. ആ മൂടി തുറന്നാൽ തന്നെ ഒരു മണം വരുന്നുണ്ട്. എന്താ മണോ! നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ. ഒരിത്തിരി മതിയേ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോ 1/4 ടീസ്പൂണ് നമ്മളെ ഗരം മസാലപ്പൊടിയില്ലേ, അതും ഇട്ടാൽ നമ്മളെ സംഭവം റെഡി. ഒരു മിനിറ്റ് ഒന്ന് പതിപ്പിച്ചാളാ. തിന്നാക്കെ എങ്ങനെയുണ്ട്?